നമസ്കാരം. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണെന്നും ആരോഗ്യ മേഖലയുടെ പുരോഗതിക്കായി സ്വകാര്യ നിക്ഷേപം വേണ്ടിവരുമെന്നുമാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ പറയുന്നത്. സർക്കാരിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ധനവകുപ്പ് ധവളപത്രം പുറത്തിറക്കിയത്. ആരോഗ്യവകുപ്പിലെ പരാതി പരിഹാരങ്ങൾക്കായുള്ള അദാലത്തുകൾ ഈ മാസം 9-ാം തീയതി കോഴിക്കോട് ജില്ലയിൽ ആരംഭിക്കും. കായകൽപ്പ എന്നാണ് അദാലത്തുകൾക്ക് ഇട്ടിരിക്കുന്ന പേര്. ജരാനരകൾ ബാധിച്ച ഭരണ സംവിധാനത്തെ യൗവനത്തിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നതാണ് അദാലത്തുകളുടെ ലക്ഷ്യം. ആരോഗ്യവകുപ്പിൽ മാത്രമല്ല, സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകൾക്കും ഇത്തരം ഒരു കായകൽപ്പം അനിവാര്യമാണെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. സംസ്ഥാനത്തെ വിവിധ ദേവസ്വം ബോർഡുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ ഏകീകൃത ദേവസ്വം ബോർഡ് രൂപീകരിക്കണമെന്ന ആവശ്യം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വിവാദപരമായ യാതൊരു തീരുമാനവും എടുക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. വിവിധ ഹൈന്ദവ സംഘടനകളുമായി കൃത്യമായി ചർച്ചകൾ നടത്തിയ ശേഷം മാത്രമേ അതിനൊരു അന്തിമ തീരുമാനമെടുക്കൂ. നിലവിൽ പൊതുപരിപാടികളും വലിയ ആഘോഷങ്ങളും വരുമ്പോൾ എല്ലാ ബോർഡുകളെയും ഒന്നിച്ച് നിർത്തി ഏകോപനത്തോടെ മുന്നോട്ട് കൊണ്ടുപോകും. വിവാദമായ ബന്ധു നിയമനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. വിവാദത്തിൽ പറയുന്ന വ്യക്തി സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിലും ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് മന്ത്രിയായപ്പോൾ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്നും മുരളീധരൻ ചോദിച്ചു.